ഞങ്ങൾ ഇന്ന് പോകുന്നത് കോട്ടയത്തിനാണ് കേട്ടോ. കോട്ടയത്തിന് ഞങ്ങൾ പോളയുടെ ടയർ മാറാൻ വേണ്ടി പോകണം കേട്ടോ. പുറയിലത്തെ ടയർ മോശമായിട്ട് പോയി അഴുക്കായി പോയി. അത് കാരണം പോളയുടെ ബൈക്കിൽ ഇപ്പോൾ ഒരു സ്റ്റെപ്പിന് ടയർ കിടക്കുന്നത്. അപ്പോൾ നമ്മളത് മാറാണ്ട് കോട്ടയത്തിന് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പോയാലോ? പോവാം കുഞ്ഞായി, പോവാം. പറ കുഞ്ഞായി, പറ തിരിച്ച്. അപ്പൊ ഇന്ന് കോട്ടയത്തിന് പോയി ടയർ മാർച്ച മാത്രമല്ല ഗൈസ് നമ്മുടെ പരിപാടി. നമ്മുടെ വണ്ടി ഒന്ന് ഓയിലും കൂടി മാറണം. നമ്മുടെ ഓയില് മാറണം. വണ്ടിയുടെ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. കുറെ നാളായിട്ട് ഓയിലൊന്നും മാറിയിട്ടില്ല. ഓയിൽ മാറേണ്ട സമയമായിട്ടുണ്ട്. ഓയിൽ മാറണം. വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യണം. വണ്ടി മൊത്തത്തിൽ ഇത് കഴുകണം. വണ്ടിക്കകമല്ല അലമ്പായിട്ട് കിടക്കണം. അപ്പൊ ടയർ മാറി നമ്മൾ വണ്ടിയെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ആക്കുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകാം. അതിന് നമുക്ക് കോട്ടയത്ത് പോയിട്ട് ടയർ മാറിയിട്ട് പോരാം ഗൈസ്. ഇന്ന് നമ്മുടെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ. പോയാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വഴിയായിരിക്കുന്നു ഗൈസ്. പറ ഗൈസ്, പറ മാത്രം പറ. അത് ഞാൻ പറഞ്ഞല്ലേ ഗൈസ്, നീ പറ സ്വന്തമായിട്ട് എന്തെങ്കിലും പറ. അങ്ങനെ ഞാൻ സീറ്റ് വെച്ചിട്ടില്ല ഗൈസ്. സീറ്റ് വെച്ചിട്ടെ മറന്നുപോയി ഗൈസ്. കുഞ്ഞാ കൂടി ഇട്ടോ. കുഞ്ഞാ അതിനിടെ കൂടെ ഇറങ്ങിപ്പോരും സീറ്റ് വെച്ചിട്ടാലും. ഒരുപോലെ ഇരിക്കുന്ന ഫോർച്യൂണർ അല്ലേ. മഴ പെയ്യുമോ ഇല്ലയോ? മഴ പെയ്ത അടിപൊളി വൈബായിരിക്കും. എന്താ അറിയോ? AC ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഒരു ചായ കുടിച്ച് ഒരു ചെറിയ ബജിക്കട കയറി ചായ കുടിച്ച് മഴയത്ത് അല്ലേ, പൊളി വൈബായിരിക്കും. നമ്മുടെ സന്തോഷവും ഹാപ്പിയൊക്കെ ഇതല്ലേ കുഞ്ഞായി? നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി അല്ലേ. എവിടെയൊക്കെ വണ്ടിയെ പോവാ, എവിടെയൊക്കെ പോയി ചായ കുടിക്കുക. കിടന്നുറങ്ങേണ്ടി വരും. അല്ല സിനിമ മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കും. കുഞ്ഞായിയെ ഇനിയിപ്പോ ഒരാഴ്ച കൂടി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാവിടെ സ്കൂൾ തുറക്കുമല്ലോ. അപ്പൊ ഇനി എന്നാ ചെയ്യും? സ്കൂളിൽ പോണമല്ലോ. രാവിലെ എഴുന്നേക്കണം. മടിയോ? എന്നതിന്? ഫോണ് കണ്ടോണ്ടിരിക്കാനൊന്നും ഒരു മടിയില്ലേ? കളിച്ച് നടക്കാൻ, സൈക്കിൾ ചവിട്ടാൻ. സൈക്കിൾ ഇപ്പൊ അക്കരെ വീട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചു നാളായിട്ട് സൈക്കിൾ ചവിട്ടില്ല. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോ അവിടെ പോകും. എന്നിട്ട് സൈക്കിൾ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ പറയാം അപ്പച്ചനോട് വരണ്ടത്. അതായത് എന്റെ സൈക്കിള് ഞാൻ എപ്പോഴും ഓടിച്ചോണ്ട് നടക്കുന്ന സൈക്കിള്, ഞാൻ പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന സൈക്കിള്. അത് 3 വർഷം ഇല്ല, 3 വർഷമായിട്ട് ഞാൻ അത് ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. കുറച്ച് കാറ്റടിച്ചാ മതി. നമ്മളങ്ങനെ കോട്ടയമായിട്ടുണ്ട് കേട്ടോ. കോട്ടയം നമ്മുടെ കഞ്ഞിക്കുഴി നമുക്ക് നേരെ ഷോട്ട് അടിച്ചിട്ട് നമുക്ക് നേരെ നമ്മൾ ഇന്നാള് വിക്ടറുമായിട്ട് അത് തന്നെ കറക്റ്റ്. പെണ്ണ് നമ്മളോട് പോരാനായിട്ട് ഒരുങ്ങിയില്ല. എന്നാ പറ്റിയോ? ഉമ്മയൊക്കെ തന്നു ഇവിടൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. കോട്ടയത്തിന്റെ ഇടവഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആരും പോകാത്ത വഴികളിലൂടെ കുതിരയെ പോലെ. അതല്ലല്ലോ അങ്ങനെ ഒരു വളവ് അത്ര നേരം വണ്ടി വന്നില്ലല്ലോ ഉണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അത്ര നേരമുള്ള വഴികളിലൂടെയൊക്കെ പോയാലും ഒരു വണ്ടിയും കാണത്തില്ലേ. കറക്റ്റ് ഒരു വളവ് വളയ്ക്കുമ്പോൾ അവിടെ കറക്റ്റ് വണ്ടി കാണും. അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരത്തില്ലേ, ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അപ്പുറത്തുനിന്ന് വേറൊരു വണ്ടി കൂടെ വരും. അതുവരെ അതിലെ കൂടെ വണ്ടിയൊന്നും വരത്തുമില്ല. ഇതൊരു റോഡ് നിയമമാണ് ഗൈസ്. ഇത് ഒരു നഗ്നമായ സത്യമാണ്. കുഞ്ഞായി ജയില് കണ്ടിട്ടുണ്ട്? ജയില് കാണണോ? ഇതാണ് ജയില്. കണ്ടോ? കള്ളന്മാരെ കൊണ്ടെടുത്ത് ജയിലാണ്. ഇവിടെ നോക്കുന്നത്. ഇത് കണ്ടോ? ഇല്ലേ കണ്ടോ? അങ്ങോട്ട് കാണിക്കും മൊബൈല്. കണ്ടോ? ചേട്ടാ വലിയ മതില് കെട്ടിയേക്കുന്ന കണ്ടോ? അത് പുറത്തോടെ കാണിക്കും. ഇത് കണ്ടോ? പുറത്തോടെ കാണിക്കും. കണ്ടോ? അതാണ് ജയില് കേട്ടോ. കള്ളന്മാരാ മൊത്തം അതിനകത്ത് കയറ്റിയിട്ടേക്കുവാ. ആൾക്കാരെ കൊന്ന ആൾക്കാരും കള്ളന്മാരും തല്ലുകേസും വഴക്കും ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരെല്ലാം ഉണ്ട് അതിനകത്ത്.
വലിയ ക്രിമിനൽസ് മൊത്തം അത് കേട്ടോ. കോട്ടയം ജയിൽ കണ്ടില്ലേ? അപ്പൊ അതാണ്. ഇനിയിപ്പോ ആരെങ്കിലും കോട്ടയം ജയിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ കണ്ടിട്ടുണ്ടെന്ന് വേണം കേട്ടോ. ഗെയ്സ് അങ്ങനെ നമ്മള് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തിയിട്ടുണ്ട്. നാഗമ്പടം ബസ് സ്റ്റാൻഡാണ് അവിടെ ഞാൻ നാഗമ്പടം ബസ് സ്റ്റാൻഡ് ഇതാ കേട്ടോ. ഇതാണ് നമ്മുടെ നാഗമ്പടം ബസ് സ്റ്റാൻഡ്. വലത്തെ സൈഡിൽ കാണിച്ച് കണ്ടോ? ഇപ്പുറത്തെ ഗ്രൗണ്ട് കാണിച്ചു. ഇപ്പുറത്തെ ഗ്രൗണ്ട് ഇതാണ് നമ്മുടെ നാഗമ്പടം മൈതാനം. ഇവിടെയാണ് സർക്കസ് കളിയൊക്കെ വരുന്നുണ്ടോ. സർക്കസ് ഇപ്പം സർക്കസ് ഒന്നും വരാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെയൊക്കെ ആ ഗ്രൗണ്ടിൽ സർക്കസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞായിയെ നമ്മുടെ കോട്ടയത്തിന്റെ അക്ഷരനഗരി എന്നാ പറയുന്നത് കേട്ടോ. അക്ഷരനഗരി ഇങ്ങോട്ട് നോക്കി. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? അക്ഷരങ്ങൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? കണ്ടോ? കണ്ടോ? മൊത്തം അക്ഷരമാണേ. അതെന്നെ അക്ഷരനഗരി എന്ന് പറയുന്നത് അറിയാമോ? കേരളത്തില് കറക്റ്റായിട്ട് സംസാരിക്കുന്നത് നമ്മളാണ്. കേരളത്തിലെ കറക്റ്റ് മലയാളം സംസാരിക്കുന്ന ആൾക്കാർ കോട്ടയംകാരാണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എറണാകുളത്തൊക്കെ കേട്ടില്ലേ? എന്തുട്ടാടാ ആ സാധനം കേട്ടില്ലേ? ആ സാധനം അങ്ങനെയൊക്കെ പല ആൾക്കാരും മലയാളം സംസാരിക്കുന്നത്. പക്ഷെ മലയാളം കറക്റ്റ് അച്ചടി ഭാഷ സംസാരിക്കുന്നത് കോട്ടയംകാരാണ് കേട്ടോ. അതുകൊണ്ടാണ് കോട്ടയത്തിന് അക്ഷരനഗരി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരു അറിവാകട്ടോ, പുതിയ അറിവാ. കുഞ്ഞായുടെ പുതിയ അറിവാ, പുതിയ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്തോണേ. ഈ സാധനം എന്നാ അറിയാമോ? ഇത് ഈ പാലം ഇതാണ് കോട്ടയത്തിന്റെ പ്രതീകം എന്ന് പറയുന്ന നമ്മുടെ എന്നാ പറയുന്നത് നാഗമ്പടം പാലം. ഇങ്ങോട്ട് കാണിക്കും. ഇതാണ് ഇച്ചിരി കൂടി ഇറങ്ങിയിരി. ഇതാണ് കോട്ടയത്തിന്റെ നാഗമ്പടം പാലം എന്ന് പറയുന്നത്. ഈ പാലത്തിന്റെ പഴയ ഒരു പാലമാണ് നാഗമ്പടത്തെ. പണ്ടത്തെ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ഭയങ്കരമായിട്ട് ശോചനീയാവസ്ഥയിലാണെന്നും പറഞ്ഞിട്ടാണ് പുതിയ പാലം പണിയാൻ. ഭയങ്കര ശോചനീയാവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ആ പാലം പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ പാലം പണിയാനായിട്ട് പരിപാടി തീരുമാനമായി. അവസാനം പഴയ പാലം പൊളിക്കണ്ടേ? എന്താണ് ഈ പഴയ പാലം പൊളിച്ചിട്ട് പൊളിയുന്നില്ല. ഈ പാലം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പഴയ പാലം. അവസാനം വലിയ ഇതൊക്കെ വെച്ചിട്ട് പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെയായിട്ട് പൊട്ടിച്ച് കളയോ അങ്ങനെയായിട്ട് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. എങ്ങനെയാ അത് പൊളിച്ച് കളഞ്ഞ അവസാനം? അതുപോലെ സ്ട്രോങ് ആയിരുന്നു ആ പാലം പൊളിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു വണ്ടിയുടെ തിരക്കും ട്രാഫിക്കിന്റെ ഈ ഒരു ഭയങ്കര വർധനമുണ്ടായല്ലോ. വണ്ടിയുടെയൊക്കെ ഒരുപാട് വർദ്ധിച്ചു. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ആയി. അപ്പൊ കുഞ്ഞ പാലം പറ്റത്തില്ല. അത് നമ്മൾ വലിയ പാലം പോവാണ്. അതാണ് നാഗമ്പടത്തിന്റെ പഴയ പാലം അടിപൊളിയായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഷേപ്പ് തന്നെ ആയിരുന്നു. ഇങ്ങനെ റൗണ്ട് പോലെ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കോട്ടയത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കോട്ടയം നമ്മുടെ അക്ഷരനഗരിയാണ് കേട്ടോ. കുഞ്ഞാ അത് ഓർത്ത് വെച്ചോളേ. കോട്ടയം എന്ന് പറഞ്ഞ അക്ഷരനഗരിയാണ്. നമ്മളാണ് കറക്റ്റായിട്ട് മലയാളം സംസാരിക്കുന്നത് കേരളത്തിൽ. അച്ചടി ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നതിനകത്ത് ഒരു ഭാഷ പോലും ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള വർത്താനങ്ങളും സംസാരങ്ങളും ഒന്നും നമുക്കില്ല. നമ്മൾ കറക്റ്റ് പുസ്തകത്തിനകത്തൊക്കെ എഴുതി വെച്ചേക്കുന്ന മലയാള ഭാഷയില്ലേ, അതുപോലെ നമ്മൾ സംസാരിക്കുന്നത്. അതാണ്. അതുകൊണ്ടാണ് അക്ഷരനഗരി എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മാതൃഭൂമിയുടെ ഓഫീസ്. ഇങ്ങോട്ട് കാണിക്കും. കേട്ടോ, ഈ കാണുന്നതാണ് മാതൃഭൂമിയുടെ ഓഫീസ്. മാതൃഭൂമി പത്രമില്ലേ? നമ്മൾ എന്നത്തിനാ വന്നെന്ന് ചോദിച്ചാൽ ടയർ മാറാൻ. അത്രയും പറഞ്ഞ അങ്ങനെ മറന്നു പോണേ. കുഞ്ഞാ പണ്ടൊക്കെ ഇല്ലടാ. പണ്ടൊക്കെ ഒരു ബസ് പോയാ പോയി ഈ വഴി കൂടെ ഒക്കെ. ഇടയ്ക്ക് ഒരു കാറ് വന്നാ വന്ന് അതിനെ 1-2 ഓട്ടോ ഒക്കെ ഓടിയാ ഓടി വിട്ടടിച്ചേ പോവായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ ഒരാള് വരുന്നത് ഒരു കാറിനകത്താണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സും ഒക്കെ ആയിരുന്നു ഇതിനെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പൊ ഒരാള് വരുന്നത് ഒരു കാറായില്ല. അങ്ങനെ 10 പേര് വീടിന്റെ വെളിക്കൊണ്ട് ഇറങ്ങുമ്പോൾ 10 കാറായില്ലേ. അതാണ് ഇതുപോലെ ട്രാഫിക്കും ഇതുപോലെ വണ്ടിത്തിരക്കും കേട്ടോ. കാലഘട്ടം മാറുന്നതനുസരിച്ച് സമൂഹം വളരുന്നതനുസരിച്ച് വണ്ടിയുടെ വർധനം ഉണ്ടാകും. വണ്ടി വർദ്ധിക്കുന്നതനുസരിച്ച് പെട്രോൾ തീരും. പെട്രോൾ തീരുമ്പോൾ പെട്രോളിന് വില കൂടും. പെട്രോളിന് വില കൂടി 3 രൂപ കണ്ട് കൂടി. വില അറിയുന്നുണ്ടോ? പെരുമനച്ചി മാത്രമല്ല, എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും വില കൂടി. 3 രൂപ കൂടി. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. കുറച്ചാൾ കഴിയുമ്പോൾ ഇലക്ട്രിക് വണ്ടിയും അതുപോലെ സോളാറൊക്കെ ഉപയോഗിച്ച് ഓടുന്ന വണ്ടികളൊക്കെ വന്നാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഈ കടലാണ് വരുന്നത് കേട്ടോ. വണ്ടി ടയർ തിരക്കുണ്ടോ ഗൈസ്? ഒരു താറ് കിടപ്പുണ്ട്. ഒരു താറ് അതിന്റെ അകത്ത് കിടപ്പുണ്ട്. അങ്ങോട്ട് കയറ്റി കേട്ടോ, വെയിലത്ത് കിടക്കട്ടെ. അവിടെ ഇന്ന് എടുത്തോളെ. ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് ആണല്ലോ. ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തല്ലോ. സ്വിഫ്റ്റിനെ പോലല്ലല്ലോ. ഇറങ്ങി ചെന്ന് ചായച്ചിട്ടെ
കയറ്റിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. ടയർ കാണിക്കാലോ പറഞ്ഞിട്ട് പിന്നെ പോയി. അവരെ എന്തായാലും ഇറങ്ങിച്ചല്ല. ഇല്ല പറ്റില്ല. ടയർ ഏതായിരുന്നു? ഇതിൻ്റെ അകത്താണ് കേട്ടോ നമ്മുടെ ടയർ ഇരിക്കുന്നത്. അവിടെ ടയർ മാറുന്നുണ്ട്. നമുക്ക് പോയി പൈസ എടുത്തോ. ATM കൗണ്ടറിൽ പോയി. എൻ്റെ ഗൂഗിൾ പേയ്ക്കകത്ത് പൈസ ഇല്ല കേട്ടോ. അവിടെ കാണാൻ ATM കൗണ്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ വീടല്ലേ. അയ്യോ ഈ ATM കൗണ്ടറിലൊക്കെ വല്ല ഉണ്ടോന്നുള്ള. ഈ ATMിനകത്ത് പൈസ ഇല്ല ഗൈസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ എന്നാ കാണിക്കൂടാ. എങ്ങനെ ടയർ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ പറപ്പിക്കും അല്ലേ? കേടില്ല. ആ ഇടാം ഇടാം. അതെ നമ്മളവിടെ വീൽ അലൈൻമെൻറ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാനിങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഗെയ്സ്. എന്നാ മടുത്തോ വീൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നാ അറിയാമോ? അറിയത്തില്ലേ? ഈ വണ്ടിയുടെ വീലുകളെല്ലാം ഒരേപോലെ ബാലൻസ് ചെയ്യും. വണ്ടി നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് കൈ വിട്ടാലും വണ്ടി നേരെ പോകണം. അതാണ് വീൽ ബാലൻസ് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളൊന്ന് പഠിച്ചു. ഞങ്ങൾ കുറച്ചു നേരമായി ഗൈസ് ഇവിടെ ഇരിക്കാനാണ്. വിശക്കുന്നുണ്ടോ? വീട്ടിൽ ചെന്നിട്ട് ചോറുണ്ടാകും കേട്ടോ. ഹലോ ഗൈസ് നമ്മളെ അവിടെ പൈസ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ ATM കൗണ്ടറില്ലേ. നമ്മൾ വേറെ ATM കൗണ്ടറിൽ വന്നാണേ. നീ അവിടെ ഇരുന്നാൽ മതി. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമെന്ന്. അവിടെ ഇരിക്കുന്നു. അവിടെ ഫോൺ പിടിച്ചോളൂ. അവിടെ ഇരുന്നോ. ഇനി പോകുന്ന വഴിക്ക് ഞാൻ പോളോ ഓടിക്കുന്നത് എല്ലാവർക്കും കണ്ടതാണ്. കിട്ടിയോ? വിശക്കുന്നുണ്ടോ? ഒരുത്തനെ ഇച്ചിരി അങ്ങോട്ട് അകത്ത് പിടിച്ചേ. ഒരുത്തനെ ഭയങ്കര വിശവാ. കാറ കയറി എവിടെയെങ്കിലും പോകുമ്പോ മാത്രം. എന്നിട്ട് അച്ചാച്ച എനിക്കൊന്ന് വിശക്കുന്ന അച്ചാച്ച, എനിക്ക് ബിരിയാണി മേടിച്ചു അച്ചാച്ച, മന്തി മേടിക്കാം മന്തി. വീട്ടിൽ വെച്ച് എന്നാ കൊടുത്താലും തിന്നത്തില്ല. അങ്ങോട്ട് നീക്കി പിടിക്കുക. എൻ്റെ മുഖത്തോട്ട് പിടിക്കാതെ. വീട്ടിൽ വെച്ചില്ലേ ചോറ് വായിക്കാത്തോട് തള്ളി വെച്ച് കൊടുത്താലും തിന്നത്തില്ല. ഒരു വക സാധനം തിന്നത്തില്ല. അവൻ്റെ കോലം കണ്ടാൽ അറിയാലോ. എവിടെയെങ്കിലും പോകാൻ വണ്ടിയെ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പുള്ളിക്ക് അങ്ങ് വിശപ്പാണ്. വണ്ടിയെ കയറി വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുമ്പോൾ തന്നെ അങ്ങ് വിശപ്പ് തുടങ്ങും. നമ്മൾ ഇപ്പം പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടിയുടെ ഓയിലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പോകാൻ കേട്ടോ. ഓയിൽ മാറണം, എയർ ഫിൽറ്റർ മാറണം, ഓയിൽ ഫിൽറ്റർ മാറണം. അങ്ങനെ കുറച്ച് പരിപാടികളും കൂടിയുണ്ട്. പിന്നെ ബ്രേക്ക് ഫ്യൂവൽ ചെക്ക് ചെയ്യണം. അത് ഇച്ചിരി കുറവാണ് എനിക്ക് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല, മിനിമം ലെവലിലാണ് നിൽക്കുന്നത്. അത് കുറച്ചുകൂടി ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ കൂളൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം സെറ്റാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് വരാവേ. അത്യാവശ്യമായിട്ട് എൻ്റെ ഓയിൽ ചേഞ്ച് വെച്ച് ഓയിൽ മാറണം. അത്യാവശ്യമായിട്ട് ഓയിലാണ് മാറേണ്ടത്. നമ്മൾ നേരെ 3:30 ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മുടെ സ്ഥിരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പാണ് കേട്ടോ. നമ്മളങ്ങനെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്.
ഉണ്ട് അക്കോട് അക്കോടി കിടക്കുന്നുണ്ടോ? ഏതാ രക്ഷയില്ല. ഏ ഒരു രക്ഷയില്ല. നോക്കാവേ. തുറക്കണ്ട നോക്കാം. ഇവിടെ വിക്ടർ ഇരിക്കുന്നുണ്ടോ? ഈ സാധനം നമ്മളെ മാത്രം ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചേ. അധികം കാണാനേ ഇല്ല എൻ്റെ എന്താ പറഞ്ഞ ഈ സാധനം റോഡിലൊന്നും അധികം കാണാനേ ഇല്ല. ഭയങ്കര മൈലേജ് ഉള്ളൊരു ഐറ്റം കേട്ടോ. ഭയങ്കര മൈലേജാണ്. മെയിൻ്റനൻസും തീരെ കുറവ്. ഓയിൽ ചേഞ്ചിങ്ങും പരിപാടി എല്ലാം കൂടി 600 രൂപ ആകുള്ളൂ. ഒന്ന് കുഞ്ഞാണ്ടായിരുന്നോ? ആണോ? ഇവിടെ വന്നാണോ ഓയിൽ ചേഞ്ച് ചെയ്തേ സ്വിഫ്റ്റിന്റെ? വെള്ളം അല്ലടാ ഓയില്. ഏ എന്നാ 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 എൻ്റെ അടിയിലൊന്നും ഇല്ലടാ. എല്ലാ വണ്ടിയുടെ അടിയിൽ പോയല്ലേ ഇവിടെ എല്ലാം കവർ ചെയ്തേക്കണോ? കണ്ട കവർ ചെയ്തേക്കണേ. ഡേ ഇവിടെ നോക്കേ, ജർമ്മനാ ജർമ്മൻ. ചുമ്മാ വല്ല വേണോ? അക്കോട കിടക്കുന്നുണ്ട്. ചേത്തോട്ട് നോക്കിയാൽ എല്ലാം കാണാമോ? ഞാൻ ഇപ്പൊ തുറന്നു നോക്കിയതാണേ. ടയർ പഞ്ചറൊന്നും അല്ലേ, ഈ 2 ടയർ നല്ലതാ. ബാക്കി ടയർ ഞാനിപ്പോ കാണിച്ചു. ഇത് പഞ്ചറാ, അതിനൊരു കുഴപ്പം. ഒരു ടയർ മാത്രം പഞ്ചറായി. ഒരു കുഴപ്പമില്ല. അതൊരു വണ്ടി എൻ്റെ ഫ്രണ്ട് മൊത്തം ഇടിച്ച് തകർന്നു. എന്നാ ഒട്ടുമില്ലാതെ ഓയിലോ? അത് പഴയ കൂടെ ഊറ്റിക്കളഞ്ഞല്ലേ? ഇല്ല. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. നമ്മൾ പൈസ കൊടുക്കാൻ പോവാണ്. ഞാൻ അക്കോടെ തുറന്ന് കാണിക്കാം ഗൈസ്. അല്ല, ഞാൻ അക്കോടെ തുറന്നു. ഇതാണ് നമ്മുടെ അക്കോടേൻ്റെ അകം. കണ്ടോ? സീൻ സാധനമാണ്. നമ്മുടെ വണ്ടിയുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം വണ്ടിയുടെ വർക്കെല്ലാം സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പം എന്താണ് പറയുന്നത്, സ്മൂത്തായി വണ്ടി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി പറപ്പിക്കാം കേസ്. ഇനി പെട്രോൾ അടിക്കുക, പറപ്പിക്കുക. വണ്ടി മൂടായി കേസ്. കുറേ നാളായിട്ട് വണ്ടിയുടെ പണിയൊന്നും ഞാൻ ചെയ്താതെ വീട്ടിൽ ചുമ്മാ കിടക്കുക കേട്ടോ. വണ്ടി ഇപ്പൊ സെറ്റായി കേസ്. പൊളി മൂടായിട്ടുണ്ട് വണ്ടി. നമ്മളാ വണ്ടി ഇങ്ങനെ ചുമ്മാ കയറി പോകണം. അപ്പോൾ നമുക്ക് ഇനി വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ സമയം ഒരുപാടായി. ഇപ്പോൾ സന്ധ്യയായി സമയം. അപ്പം ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെയ്ത് തരുമോ എന്ന് എനിക്കറിയില്ല. തിരക്കായിരിക്കും ഈ സമയത്തൊക്കെ ചെന്നാൽ. എന്തായാലും നമുക്ക് ഞാലിയാകുഴി ഒരു കടയുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കാണിച്ചേ. ഞാലിയാകുഴിയിൽ ഞങ്ങളുടെ ഭാഗത്താണ് ഞാലിയാകുഴിയിൽ ഒരു സർവീസ് സെൻ്റർ ഉണ്ട്. അവിടെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി തരും. അപ്പോൾ അങ്ങോട്ട് പോയി കൊടുക്കാവേ. നമുക്ക് അതിൽ അതിലെ കൂടെ പോകാം കേട്ടോടാ. നമ്മൾ
തെങ്ങണ ആയിട്ടുണ്ട്. ഇപ്പൊ വണ്ടിയുടെ എഞ്ചിന്റെ സൗണ്ട് അകത്തോട്ട് വരുന്നുണ്ടോ? ഇല്ല ഇല്ല. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കാം. പക്ഷെ നേരത്തെ ഇതിനേക്കാളും സൗണ്ട് ഇല്ലായിരുന്നോ? ചേച്ചേന്നായിരുന്നല്ല. തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു. നമുക്ക് കഴുകി കഴിഞ്ഞ് പോളോന്റെ കൂട്ടത്ത് കയറ്റിടാവേ. തിരക്കാടാ ഇവിടെ ഭയങ്കര തിരക്കാ. ഇവിടെ നല്ല ക്ലീൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. അത് കാരണം അവിടെ ഭയങ്കര തിരക്കായി. അടുത്തത് നമുക്ക് കയറ്റാവേ. വാഷ് ചെയ്യാനേട്ടാ തിരക്കുണ്ടോ? അതെ അത് കഴിയും. ആണോ വിട്ടാ മതിയോ? അപ്പം ഡിസൈർ കഴിഞ്ഞാണ് നമ്മുടെ വണ്ടി കയറ്റാന്ന് പറഞ്ഞത് കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. അതെ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പണിയെല്ലാം തീർത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടിട്ടേക്കും കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടികളെല്ലാം അത്യാവശ്യം വണ്ടികളെല്ലാം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കുട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ടോ ഗൈസ്? ഇവൻ്റെ കുണ്ടിയാണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാണിച്ചു തരാം. കണ്ടോ? ഇതൊരു അടിപൊളി രസമല്ലേ? പിന്നെ ഓടിക്കുന്ന കാര്യത്തിലാണ് പിന്നെ പറയാൻ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓളോടെ ബൈക്കിൻ്റെ കാര്യം പറഞ്ഞാ. ഓളോടെ ബൈക്കാണ് നിനക്കിഷ്ടം? ബൈക്കാണോ ഫ്രണ്ടാണോ ഇഷ്ടം? ബൈക്കാണ് ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങളിവിടെ വണ്ടി കഴുകാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇത് ടെസ്റ്റിങ്ങിൻ്റെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. റീപെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന വർക്ക്ഷോപ്പിൽ അവർ കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പുള്ളിനെ വിളിച്ചപ്പം ഇത് അവർ കൊണ്ടുവന്നാ കഴുകാൻ വേണ്ടി. ഇതുണ്ട് പേപ്പറെല്ലാം പിടിച്ച് പുട്ടിയെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടേക്കും കേട്ടോ. കഴുകി കഴിഞ്ഞിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത പെയിൻറ്റിങ് ആയിരിക്കും എൻ്റെ പരിപാടി. ഇതുണ്ടോ പുട്ടിയെല്ലാം ഇട്ട് അടിപൊളിയാക്കി കുട്ടപ്പനായിട്ട് ഇറങ്ങി. ഇവൻ്റെ വണ്ടി ഓടിക്കണം കേസ്. ഇത് ഒരു രക്ഷയില്ലാത്തൊരു മുതലാണ്. ഒന്നേ ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ആ സൈലൻസർ അവിടെ ഇങ്ങോട്ട് ഇത് സൈലൻസർ ഇത്ര നീണ്ടു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലെ ബമ്പർ ഇവിടം വരെ ഉണ്ട്. ഇത്ര ഇവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ബമ്പറാണ്. അതുകൊണ്ടാണ് ഇത്ര പൊങ്ങി നിൽക്കുന്നത്. ബമ്പർ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് അകത്തോട്ട് വരും. അപ്പോൾ ഇത് ഒരു 1.5 മുതലാവട്ടെ. ഇതൊക്കെ ഉള്ളവരാരും കൊടുക്കത്തില്ല ഈ വണ്ടി ഒരിക്കലും. ഇത് ഉപയോഗിക്കുന്നവരാരും ഈ വണ്ടി കൊടുക്കത്തില്ല. കാരണം ഇത് അത്രയ്ക്ക് ഒരു കംഫർട്ടും അത്രയ്ക്ക് വണ്ടി ഓടിക്കാൻ തന്നെ രസമെന്നറിയോ. അതുപോലെ തന്നെ യാത്രാസുഖം അതിനേക്കാളിലും ഭീകര യാത്രാസുഖം കേട്ടോ. ഒരിക്കലും മടുക്കത്തില്ല ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ. ഞങ്ങൾ കുറേ നാൾ ഇതിനകത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളിപ്പം വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. ഇപ്പം എന്താണ്ടേ ഇവിടെ വെച്ച് കണ്ടുമുട്ടി കേട്ടോ. വലിയ പറമ്പിൽ നമ്മുടെ സ്വന്തം പൊന്നിൻ്റെ വണ്ടി കേട്ടോ. പൊന്നേ ഇതിനകത്തെ ബീഡിങ്ങൊക്കെ ഈ ബീഡിങ് എല്ലാം മൊത്തം മാറണം. ഇതുണ്ട് ഇതെല്ലാം പോയി കിടക്കാം. ഇതെല്ലാം മാറണം. ഇതുണ്ട് ഇതിനകത്തെ ഡോർപ്പാടെല്ലാം മൊത്തം മാറണമായിരിക്കും. എനിക്കൊന്ന് കംപ്ലീറ്റ് വണ്ടി റീസ്റ്റോറേഷൻ്റെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. AC കൂടി വെക്കണമെന്ന് പുള്ളിയോട് പറയണേ. AC ഇല്ലായിരുന്നു. AC കംപ്ലൈൻറ്റാണ്. ഇറങ്ങിക്കോ ബാ. കേസ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേസ്. അവിടെ സമയം എടുക്കും അല്ലേ? ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാൻ കയറി പോവാണേ. ആര് കണ്ടായിരുന്നു? ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം കേസ്. ചായ കുടിച്ചിട്ട് വരാവേ. ഒരുത്തം മടുത്ത് കേട്ടോ. ബംഗാളിമാരിയ്ക്കുന്നവരുണ്ട്. എഴുന്നേക്കടാ. എന്നാ വേണ്ടേ? ഒരു മുട്ട ബജി, ഒരു ഉഴുന്നോടാ. ചൂടാന്ന്. തണുത്ത വെള്ളം കിട്ടണമെങ്കിൽ എവിടെ പോകാം? നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോഴത്തേക്കിന് വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മടുത്തിട്ട് ആകെപ്പാടെ എന്നാ ചെയ്യണമെന്ന് അറിയാൻ വരെ ഇരിക്കുവാണേ. ഇവിടെ നോക്കി മടുത്തല്ലേ? നല്ല തിരക്കാണ് കേട്ടോ. വേണ്ടോ ഇഷ്ടം പോലെ വണ്ടി തന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കുക. ഒരേ സമയം 4-5 വണ്ടിയൊക്കെ ഒരുമിച്ച് കഴിയുന്നു കേട്ടോ. കൊതുക് ഭയങ്കര കൊതുക് കേട്ടോ. നമ്മളെ കൊതുകൊണ്ട് പോകും. അതുപോലെ കൊതുക
ഭയങ്കര കൊതുകാണ് ഇപ്പഴ ഇത്രയും കൊതുകാണ് ഇത്ര നേരം കൊതുക് വന്നില്ല ഗൈസ് ഇത്രയും രാത്രി ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റ് ഡ്രോൺ ആണോ പറക്കുന്നത് ഡ്രോൺ പോലെ എന്തോ പറക്കുന്നത് അപ്പൊ കേസ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞപ്പോൾ സന്ധ്യയായി കേട്ടോ അപ്പോൾ അത് കാരണം വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല സന്ധ്യ ഈ ടൈം അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇന്നത്തെ പരിപാടി ഫുൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് സന്ധ്യയായി ഇപ്പം സമയം 7 എത്ര മണിയാണ് 7:15 കേട്ടോ അത് കാരണം ഇത്രയൊക്കെ ഉള്ള നമ്മുടെ ഇന്നത്തെ പരിപാടി ഫുൾ ഓട്ടമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു പരിപാടിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേസ് വൈൻഡപ്പ് ചെയ്യാന്ന കാര്യം പറ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് അല്ല ഞങ്ങൾ ഏതാ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് പിന്നെ അല്ല ഇടിക്ക് അപ്പോൾ ഞങ്ങള് വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ് ഓക്കെ ഗൈസ് ബൈ